ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ, ഡ്രാഫ്റ്റ് ഡിജിറ്റൽ കോമ്പറ്റീഷൻ ബിൽ, കുക്കി ട്രൈബ്, RBI's ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻഡെക്സ്, പ്ലേസസ് ന്യൂസ് ആയിട്ട് മോസ്കോ. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രാപ്പിനെ കുറിച്ചാണ്. ഈ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാനിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ പേജിനകത്ത് ഇന്ത്യയിലെ മാനുഫാക്ചറിങ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാനിനെ കുറിച്ചിട്ടുള്ള ചില പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് 2015 ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ബിസിനസ് റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് ഈ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ എന്ന് മനസ്സിലാക്കുക. ഇത് 2015 തൊട്ടാണ് ഇവർ പബ്ലിഷ് ചെയ്ത് തുടങ്ങുന്നതെങ്കിലും 2014 തന്നെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെയും യൂണിയൻ ടെറിട്ടറീസിൻ്റെയും ഗവൺമെൻറ്റുകൾ ഇന്ത്യൻ ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാനുകൾ നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങളുടെയും യൂണിയൻ ടെറിട്ടറീസിൻ്റെയൊക്കെ പെർഫോമൻസ് 2014 തൊട്ടേ ഈ DPIIT ഇവാലുവേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. 2015 തൊട്ടാണ് ഈ റിപ്പോർട്ടുകൾ അവർ പബ്ലിഷ് ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് പബ്ലിഷ് ചെയ്യുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സ് അവർ പബ്ലിഷ് ചെയ്യുന്നത് ഈ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കുക. ഇനി ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഈ DPIIT ഈ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 2015, 16, 17, 18, 19, 22, 24 എന്നീ വർഷങ്ങളിലാണെന്ന് മനസ്സിലാക്കി. ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് 2024 ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഡ്രാഫ്റ്റ് ഡിജിറ്റൽ കോമ്പറ്റീഷൻ ബില്ലിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഡിജിറ്റൽ കോമ്പറ്റീഷൻ ബില്ലാണ് ഈ ഡ്രാഫ്റ്റ് ഡിജിറ്റൽ കോമ്പറ്റീഷൻ ബില്ല് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിൽ ഓൾറെഡി ഈ കൺസ്യൂമർ സെക്ടറിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ വിപണിയിൽ കോമ്പറ്റീഷൻ, ഹെൽത്തി കോമ്പറ്റീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കോമ്പറ്റീഷൻ ആക്ട് നിലവിലുണ്ട് 2002 തൊട്ടേ. പക്ഷേ ഈ ഡിജിറ്റൽ കൊമേഴ്സ് സെക്ടറിനകത്തുള്ള ചില പ്രാക്ടീസസിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ ഈ കോമ്പറ്റീഷൻ ആക്ട് സഫീഷ്യൻ്റ് അല്ലാത്തത് കൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് 2023 ഫെബ്രുവരിയിൽ ഒരു കമ്മിറ്റി ഓൺ ഡിജിറ്റൽ കോമ്പറ്റീഷൻ ലോനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നാണ് ഒരു ഡിജിറ്റൽ കോമ്പറ്റീഷൻ ബില്ല് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ കോമ്പറ്റീഷൻ ആക്ട് കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഡിജിറ്റൽ കോമ്പറ്റീഷൻ പ്രപ്പോസ്ഡ് ഡിജിറ്റൽ കോമ്പറ്റീഷൻ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 8 ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിജിറ്റൽ കോമ്പറ്റീഷൻ ബില്ല് എന്ന് പറയുന്നത് ഇതൊരു പ്രപ്പോസ്ഡ് ബില്ലാണെന്ന് മനസ്സിലാക്കുക. ഇത് നിലവിൽ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു പ്രപ്പോസ്ഡ് ബില്ല് എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ കമ്മിറ്റി റെക്കമെൻഡേഷനകത്തൊക്കെ അവർ പറയുന്നത് നിലവിൽ ലോകത്തിൽ ഇത്തരത്തിൽ ഡിജിറ്റൽ കോമ്പറ്റീഷനുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടൊരു നിയമം നിലവിലുള്ളത് യൂറോപ്യൻ യൂണിയനിലാണ്. അപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ ഡിജിറ്റൽ മാർക്കറ്റ്സ് ആക്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ DMA എന്ന് പറയുന്ന നിയമത്തിന്റെ ബേസിസിലാണ് അല്ലെങ്കിൽ ആ നിയമത്തിന് സിമിലർ ആയിട്ടുള്ള ഒരു നിയമമാണ് ഇന്ത്യയിൽ ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഈ ഡിജിറ്റൽ കോമ്പറ്റീഷൻ ബില്ലെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ബില്ല് കൊണ്ട് പ്രധാനമായിട്ടും ഇവർ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇവർ ലക്ഷ്യം വെക്കുന്നത് ഈ ഗൂഗിള്, ഫേസ്ബുക്ക്, ആമസോൺ ഒക്കെ പോലുള്ള മാർക്കറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള ടെക് ജയൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സെർച്ച് എഞ്ചിന് അല്ലെങ്കിൽ ഇപ്പോൾ ക്ലൗഡ് സ്റ്റോറേജ്, അതല്ലെങ്കിൽ മെയില്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് ലീഡ് ചെയ്യുന്നത് ഗൂഗിളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഫേസ്ബുക്കും ആമസോണൊക്കെ അവരുടെ റെസ്പെക്റ്റീവ് ഫീൽഡുകളിലെ ഡോമിനന്റ് പ്ലെയേഴ്സ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ അവരുടെ സർവീസസിന് സെൽഫ് പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് ഫോണുകൾ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ്രോയിഡ് ഫോണുകൾ വാങ്ങിക്കുന്ന സമയത്ത് അതിനകത്തുള്ള ഡിഫോൾട്ട് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ഗൂഗിൾ ആയിരിക്കും, അതിനകത്തുള്ള ഡിഫോൾട്ട് മെയിൽ എന്ന് പറയുന്നത് Gmail ആയിരിക്കും, അതിനകത്തുള്ള ഡിഫോൾട്ട് ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഗൂഗിളിൻ്റെ ഡ്രൈവ് ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ അവരുടെ സ്വന്തം സർവീസസിന് പ്രിഫറൻസ് കൊടുക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അത് ഹെൽത്തി കോമ്പറ്റീഷൻ എഗെയിൻസ്റ്റ് ആണ്. അത് കൂടാതെ ഇത്തരത്തിലുള്ള വലിയ ഈ കമ്പനികളെല്ലാം തന്നെ വലിയ കോൺഗ്ലോമറേറ്റുകളാണ്. അതായത് ഒരുപാട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന, ഒരുപാട് ഡിഫറെൻറ്റ് കൺസ്യൂമർ ബേസിനെ സെർവ് ചെയ്യുന്ന കമ്പനീസാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ ടെക് ജയൻസ് അവരുടെ കീഴിലുള്ള ഒരു കമ്പനി ഗ്യാദർ ചെയ്യുന്ന ഡാറ്റ, കൺസ്യൂമർ ഡാറ്റ, അവരുടെ ആ ഗ്രൂപ്പിനകത്ത് വരുന്ന മറ്റൊരു കമ്പനിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇതും ഈ കോമ്പറ്റീഷന്, ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ എഗെയിൻസ്റ്റ് ആണ്. കാരണം ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു ഒറ്റ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിക്ക് ഈ വൈഡ് ആയിട്ടുള്ള ഒരു കൺസ്യൂമർ മാർക്കറ്റിനെ പെനട്രേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആളുകൾ ഈ ഗൂഗിൾ ഡ്രൈവ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് യൂസ്ഡ് ആവുന്നുണ്ട്, കാരണം അവർക്ക് ഫസ്റ്റ് കിട്ടുന്ന സാധനം അതാണ്. അപ്പോൾ ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനെ വയലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള
പ്രാക്ടീസസ് ചെയ്യുന്നതിൽ നിന്ന് ഈ ടെക് ജയൻസിനെ വിലക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ പ്രൊഹിബിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഈ ഫീൽഡിലും കൂടി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡിജിറ്റൽ കോമ്പറ്റീഷൻ ആക്ട് ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി ഈ പ്രപ്പോസ്ഡ് ആക്ടിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് പ്രൊഡക്റ്റീവ് റെഗുലേഷൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ എന്താണ് ഈ പ്രൊഡക്റ്റീവ് റെഗുലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിൽ നമ്മുടെ ഇന്ത്യയിലെ കോമ്പറ്റീഷൻ ആക്ട് എൻഫോഴ്സ് ചെയ്യുന്നത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അത് റെഗുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ആൻറ്റി കോമ്പറ്റീഷൻ പ്രാക്ടീസസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ ഒരു ആൻറ്റി കോമ്പറ്റീഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ആൻറ്റി ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, അതായത് വൺസ് അവർ തെറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ കമ്മീഷൻ അതിനകത്ത് ഇടപെടും. ഇത് നിങ്ങൾ ചെയ്തത് തെറ്റാണ്, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയും. ഇതിനെയാണ് എക്സ് പോസ്റ്റ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു വയലേഷൻ നടന്നു കഴിഞ്ഞാൽ ആ വയലേഷനെ വിലക്കുന്നതാണ് എക്സ് പോസ്റ്റ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഡിജിറ്റൽ സ്പേസിലേക്ക് വരുന്ന സമയത്തുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഗൂഗിൾ, ഫേസ്ബുക്ക് പോലുള്ള കമ്പനികളുടെ റീച്ച് എന്ന് പറയുന്നത് ഒരു ഫിസിക്കലി ബിസിനസ് ഉള്ളൊരു കമ്പനിയെക്കാട്ടിലൊക്കെ വളരെ വലുതാണ്. അതുമാത്രമല്ല, ഈ ടെക് ഫീൽഡിനകത്ത് വളരെ പെട്ടെന്ന് മാർക്കറ്റ് ഷിഫ്റ്റ് ആവും. അതായത് ഒരു കമ്പനിക്ക് വളരെ പെട്ടെന്ന് മാർക്കറ്റിനെ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ എക്സ് പോസ്റ്റ് ഫ്രെയിംവർക്ക് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന തെറ്റായിട്ടുള്ള ഒരു പ്രാക്ടീസ്, ഒരു ആന്റി കോമ്പറ്റീഷൻ പ്രാക്ടീസ് ചെയ്ത് അത് കണ്ടെത്തി അതിനെ റെഗുലേറ്റ് ചെയ്യാൻ പോകുമ്പോഴേക്കും ഓൾറെഡി ആ മാർക്കറ്റിനകത്ത് ഈ ആന്റി കോമ്പറ്റീഷൻ പ്രാക്ടീസ് കാരണമുള്ള ഡാമേജ് വന്നിട്ടുണ്ടാകും. അതായത് ചെറുതായിട്ടുള്ള ഇതേ സെയിം ബിസിനസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കമ്പനികളൊക്കെ ബാങ്ക്രപ്റ്റ് ആയി പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു പൂട്ടിപ്പോയിട്ടുണ്ടാകും. അപ്പോൾ അതിന് പകരം ഈ എക്സ്പോസ്റ്റ് ഫ്രെയിംവർക്ക് ഈ പറയുന്ന ഡിജിറ്റൽ ഫീൽഡിൽ പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ കുറവായതുകൊണ്ട് അതിന് പകരം ഒരു എക്സ് ആൻഡ് ഫ്രെയിംവർക്ക് ആണ് ഈ ബില്ലിനകത്ത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ ആ നിയമത്തിനകത്തും പറയുന്നത് ഇതേ സിമിലർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എക്സ് ആൻഡ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ബേസിക്കലി ഈ കാര്യം സംഭവിക്കുന്നതിന് മുമ്പ്, അതായത് ആന്റി കോമ്പറ്റീഷൻ ആക്ടിവിറ്റി ഇവർ ചെയ്യുന്നതിന് മുമ്പായിട്ട് അത് വിലക്കുക എന്നുള്ളതാണ് എക്സ് ആൻഡ് ഫ്രെയിംവർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രെഡിക്റ്റീവ് റെഗുലേഷൻ ഈ ബില്ല് മുന്നോട്ട് വെക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ എക്സ് ആൻഡ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊട്ടൻഷ്യൽ ഹാം, അതായത് ഈ ആന്റി ട്രസ്റ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ ആന്റി കോമ്പറ്റീഷൻ പ്രാക്ടീസസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പൊട്ടൻഷ്യൽ ഹാം നേരത്തെ മനസ്സിലാക്കിയിട്ട് അത് ചെയ്യാൻ പാടില്ല, അതൊരു നോ ഗോ ഏരിയ ആണെന്ന് നേരത്തെ പറയാം. അതായത് ആ ഒരു ഏരിയ അങ്ങ് റെസ്ട്രിക്ട് ചെയ്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ നിയമത്തിന്റെ ഒരു പ്രത്യേകത. നമ്മുടെ കോമ്പറ്റീഷൻ ആക്ട് ഓഫ് 2002 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഇതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ബില്ലിനകത്ത്, ഈ പ്രപ്പോസ്ഡ് ബില്ലിനകത്ത് ചില കോർ ഡിജിറ്റൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന മേഖലകളിൽ സിഗ്നിഫിക്കൻ്റ് എൻറ്റിറ്റീസ് എന്ന് പറയുന്ന ചില പ്ലേയേഴ്സിനെ അല്ലെങ്കിൽ ചില കമ്പനികളെ സിഗ്നിഫിക്കൻ്റ് എൻറ്റിറ്റീസ് ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ബില്ലിനകത്ത് പ്രപ്പോസ് ചെയ്യുന്ന ചില കോർ ഡിജിറ്റൽ സർവീസസ് ഉണ്ട്. ഇപ്പോൾ സെർച്ച് എഞ്ചിന്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ സൈറ്റുകൾ, ഇങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഉണ്ടാവും. അവരെ സിസ്റ്റമാറ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റൽ എൻ്റർപ്രൈസസ് ആയിട്ട് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് എൻറ്റിറ്റീസ് ആയിട്ട് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഡെസിഗ്നേറ്റ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലൊരു കമ്പനിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ സെർച്ച് എഞ്ചിൻ എന്നുള്ള ഫീൽഡിൽ ഗൂഗിളിനെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അവരെ സിസ്റ്റമാറ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റൽ എൻ്റർപ്രൈസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ അങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നത് പല ക്രൈറ്റീരിയാസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ക്വാളിറ്റേറ്റീവ് ആവാം, ക്വാണ്ടിറ്റേറ്റീവ് ആവാം. ഇത്തരത്തിലുള്ള പാരാമീറ്റേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കമ്പനിനെ അത്തരത്തിൽ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഡെസിഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ ഒരു SSDEs ആയിട്ട് ഒരു കമ്പനി ഡെസിഗ്നേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മുകളിലുള്ള റെസ്ട്രിക്ഷൻസ് വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ സെൽഫ് പ്രിഫറൻസിങ്, ആൻറ്റി സ്റ്റിയറിങ്, അതുപോലെ തന്നെ തേർഡ് പാർട്ടി അപ്ലിക്കേഷൻസിന് റെസ്ട്രിക്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള പ്രാക്ടീസസ് ഒക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള റെസ്ട്രിക്ഷൻ അവരുടെ മുകളിൽ വരും. ഇനി ഇതിനെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന ഫൈൻ എന്ന് പറയുന്നത് വളരെ വലിയ എമൗണ്ട് ആയിരിക്കും. അതായത് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ ഈ നിയമത്തിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത അതാണ്. അത് ഈ ടെക് ജയൻസ് ആയിട്ടുള്ള ഗൂഗിളും ആമസോണൊക്കെ ഫോളോ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ കമ്പനികൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടിലും വലിയ ഫൈനാണ് ഇതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഈ ഡ്രാഫ്റ്റ് ബില്ലിനകത്തും പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ഈ ഫൈൻ എന്ന് പറയുന്നത് ഇവരുടെ, അതായത് ഈ കമ്പനിയുടെ, ഈ പറയുന്ന തെറ്റായിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുന്ന കമ്പനിയുടെ ഗ്ലോബൽ ടേൺ ഓവറിൻ്റെ, ലോകത്തിൽ നിന്ന് മൊത്തത്തിൽ അവർക്ക് കിട്ടുന്ന അവരുടെ വരുമാനത്തിൻ്റെ 10% വരെ ഇവർക്ക് ഫൈനായിട്ട് കിട്ടാം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു കമ്പനിയുടെ കയ്യിലും അത്രയൊന്നും ഫൈൻ കൊടുക്കാനുള്ള പൈസ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അത്രയും വലിയ ഹെഫ്റ്റി ഫൈൻസ് ആണ് ഇതിനുള്ള ശിക്ഷയായിട്ട് പറയുന്നത്. ഇനി അത് കൂടാതെ ഇതിനകത്ത് അസോസിയേറ്റ് ഡിജിറ്റൽ എൻ്റർപ്രൈസ് എന്ന് പറയുന്ന മറ്റൊരു ക്ലാസിഫിക്കേഷനും പറയുന്നുണ്ട്. അസോസിയേറ്റ് ഡിജിറ്റൽ എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രധാനപ്പെട്ട ടെക്നോളജി കമ്പനി ഗ്രൂപ്പ് ഉണ്ടാകും. ഇപ്പോൾ ഗൂഗിളൊക്കെ പോലെ, ഗൂഗിൾ എന്ന് പറഞ്ഞ കമ്പനിക്കകത്ത് ഒരുപാട് ചെറു കമ്പനികൾ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനകത്ത് വരുന്നുണ്ട്.
ഓക്കെ, ഗൂഗിളിന്റെ പാരന്റ് കമ്പനി ആയിട്ടുള്ള ആൽഫബറ്റിന്റെ കീഴിൽ. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ ഒരു കമ്പനി കളക്ട് ചെയ്യുന്ന കൺസ്യൂമർ ഡാറ്റ മറ്റൊരു കമ്പനിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഈ അസോസിയേറ്റ് ഡിജിറ്റൽ എന്റർപ്രൈസ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതായത് ഇത്തരത്തിലുള്ള കമ്പനികളെ ഇവർ അസോസിയേറ്റ് ഡിജിറ്റൽ എന്റർപ്രൈസ് ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനിനെ ഇത്തരത്തിലൊരു അസോസിയേറ്റ് എൻറ്റിറ്റി ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ SSDസിനുള്ള സെയിം ഒബ്ലിഗേഷൻസ് ഈ അസോസിയേറ്റ് ഡിജിറ്റൽ എന്റർപ്രൈസിനും ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രൊവിഷന്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ ഒരു ബില്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ക്രിറ്റിസിസംസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, ഈ ബില്ലിനെ ഏറ്റവും അധികം ഒപ്പോസ് ചെയ്യുന്ന ആളുകൾ നേരത്തെ പറഞ്ഞ ഗൂഗിൾ, ആമസോൺ പോലുള്ള ബിഗ് ടെക് കമ്പനീസ് ആണ്. ഓക്കെ, അപ്പോൾ അവർ പ്രധാനമായിട്ടും ഇതിനെ ഒപ്പോസ് ചെയ്യാനുള്ള കാരണം ഈ ബില്ലിനകത്ത് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഈ എക്സ് ആൻഡ് എ ഫ്രെയിംവർക്ക് ആണ്. അതായത് നേരത്തെ തന്നെ ചില മേഖലകൾ നോ ഏരിയ ആയിട്ട്, നോ ഗോ സോൺ ആയിട്ട് പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് തുടക്കത്തിൽ തന്നെ റെസ്ട്രിക്ഷൻ വെക്കുന്നത്, ഇത്തരത്തിലുള്ള പ്രിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ വെക്കുന്നത് വലിയ രീതിയിലുള്ള കംപ്ലയൻസ് ബേർഡൻ ഉണ്ടാക്കും എന്നാണ് ഇവർ പറയുന്നത്. അതായത് കമ്പനികൾക്ക് പുതുതായിട്ട് കാര്യങ്ങൾ ഇന്നോവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ റിസർച്ച് കണ്ടക്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരുപാട് തടസ്സങ്ങൾ ഇത് ക്രിയേറ്റ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയന്റെ ഈ ഡിജിറ്റൽ മാർക്കറ്റ് ആക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ആ ഡിജിറ്റൽ മാർക്കറ്റ് ആക്ടിനകത്ത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യയിൽ വരാൻ പോകുന്ന ഈ സിഗ്നിഫിക്കൻറ്റ് കമ്പനീസ് ഉണ്ടല്ലോ, അതിന് സിമിലർ ആയിട്ടുള്ള രീതിയിൽ ഈ യൂറോപ്പിന്റെ ഡിജിറ്റൽ മാർക്കറ്റ് ആക്ടിനകത്ത് ചില ഗേറ്റ് കീപ്പർ എൻറ്റിറ്റീസിനെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഗേറ്റ് കീപ്പർ എൻറ്റിറ്റീസിനെ പ്രഖ്യാപിക്കുന്ന സമയത്ത് പക്ഷേ യൂറോപ്യൻ യൂണിയൻ നിയമത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിയമത്തിനകത്ത് സ്പെസിഫിക് ആയിട്ട് ആരൊക്കെയാണ് ഗേറ്റ് കീപ്പർ എൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയുടെ കേസിൽ അത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഡിസ്ക്രിപ്ഷൻ വിട്ടേക്കാണ്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് ഈ പറയുന്ന സിഗ്നിഫിക്കൻറ്റ് എൻറ്റിറ്റീസ് ഏതൊക്കെയാണെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അത് ആർബിട്രറി ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോകും എന്നുള്ള ഒരു പരാതിയും ഈ ടെക് ജയൻസിന് ഉണ്ടെന്ന് മനസ്സിലാക്കുക. നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് കുക്കി ട്രൈബ്സിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ കുക്കി ട്രൈബിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പാണ് കുക്കീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുക്കി ട്രൈബൽ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 12 ഒരു വാർത്ത വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കുക്കി ട്രൈബ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടുള്ള മണിപ്പൂര്, നാഗാലാൻഡ്, അസാം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന ഒരു ട്രൈബൽ പോപ്പുലേഷൻ, ഒരുപാട് ട്രൈബുകൾ ഉൾപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇപ്പം നാഗാസിനൊക്കെ പോലെ തന്നെ ഒരു കോൺഗ്ലോമറേറ്റ് പോലെ ഒരുപാട് ട്രൈബ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണ് ഈ കുക്കീസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഈ മണിപ്പൂരൊക്കെ ആയിട്ട് അതിർത്തി പങ്കിടുന്ന മ്യാൻമാറിന്റെ ചില മേഖലകളിലും അതുപോലെ തന്നെ ബംഗ്ലാദേശിലും ഈ കുക്കി ട്രൈബ്സിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ കുക്കി ട്രൈബ്സിന് പല പ്രദേശങ്ങളിലും പല പേരുകളിലാണ് ഈ ട്രൈബ്സ് അറിയപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക. ഉദാഹരണത്തിന് മ്യാൻമാറിലുള്ള കുക്കി ട്രൈബ്സ് ജീവിക്കുന്നത് ഈ ഇന്ത്യ മ്യാൻമാർ അതിർത്തി മേഖലകളിലുള്ള ചിൻ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ഒരു സ്റ്റേറ്റിലാണ്, ഒരു സംസ്ഥാനത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇവർ അറിയപ്പെടുന്നത് ചിൻ എന്നുള്ള പേരിലാണ്. അവിടെ ഇവർ കുക്കീസ് എന്നല്ല അറിയപ്പെടുന്നത്, ചിൻ എന്നുള്ള പേരിലാണ്. ഇനി അതുപോലെ തന്നെ ഇന്ത്യയുടെ മണിപ്പൂരിലുള്ള കുക്കി ട്രൈബ്സിൽ പ്രധാനപ്പെട്ട ട്രൈബൽ ഗ്രൂപ്പുകളെല്ലാം തന്നെ, ഈ കുക്കി ട്രൈബ്സിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ട്രൈബൽ ഗ്രൂപ്പുകളെല്ലാം തന്നെ അറിയപ്പെടുന്നത് കുക്കി എന്നുള്ള പേരിലാണ്. ഇനി അത് കൂടാതെ ഈ മണിപ്പൂരിനകത്ത് തന്നെയുള്ള ഈ കുക്കി ട്രൈബൽ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന മറ്റുള്ള ചില ട്രൈബ്സ് ഉണ്ട്. അതായത് പൈത്തെ, സോ, ഗാങ്ടെ എന്നൊക്കെ പറയുന്ന. അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ കുക്കി എന്നുള്ള പേര് അവർ യൂസ് ചെയ്യാറില്ല. പകരം അവരെ തന്നെ വിശേഷിപ്പിക്കുന്നത് സോമി എന്നുള്ള പേരിലാണ്. അപ്പോൾ ഈ സോമി എന്ന് വിളിച്ചാലും കുക്കി എന്ന് വിളിച്ചാലും ചിന്നെന്ന് വിളിച്ചു കഴിഞ്ഞാലും ഇതെല്ലാം തന്നെ സെയിം ട്രൈബൽ ഗ്രൂപ്പ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി ഇത് കൂടാതെ ഈ മിസോറാമിലുള്ള മിസോസ് എന്ന് പറയുന്ന വിഭാഗം ഈ കുക്കീസുമായിട്ട് വളരെയധികം അസോസിയേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ക്ലോസ്ലി ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ട്രൈബൽ ഗ്രൂപ്പാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഈ ഒരു കുക്കീസിനെയും അവരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ മിസോസ് പോലുള്ള മറ്റുള്ള ട്രൈബൽ ഗ്രൂപ്പ്സിനെയും മൊത്തത്തിൽ കളക്റ്റീവായിട്ട് വിളിക്കാറുള്ളത് സോ പീപ്പിൾ എന്നുള്ള പേരിലാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് RBIയുടെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻഡെക്സിനെ കുറിച്ചാണ്. സോ ഈ RBIയുടെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 13 ഒരു വാർത്ത ഉണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ RBIയുടെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഈ ഫിനാൻഷ്യൽ സർവീസസിലേക്ക്, എസ്പെഷ്യലി ടൈംലി ആൻഡ് അഡക്വേറ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സർവീസസിലേക്കുള്ള ഇന്ത്യൻ സൊസൈറ്റിക്കകത്തുള്ള വീക്കർ കമ്മ്യൂണിറ്റി പെടുന്ന ആളുകൾക്ക് ആക്സസ് എൻഷുർ ചെയ്യുന്നത്, ട്രാക്ക് ചെയ്യുന്നത്, അതായത് ഫിനാൻഷ്യൽ എക്സ്ക്ലൂഷൻ ഇല്ല അല്ലെങ്കിൽ എത്രത്തോളം ഫിനാൻഷ്യൽ എക്സ്ക്ലൂഷൻ അല്ലെങ്കിൽ ഇൻക്ലൂഷൻ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
RBI പബ്ലിഷ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇത് 2021 RBI ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. ഇത് എല്ലാ വർഷവും ജൂലൈ മാസത്തിലാണ് RBI പബ്ലിഷ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ റിപ്പോർട്ടിനകത്ത് പ്രധാനമായിട്ടും അവർ ട്രാക്ക് ചെയ്യുന്നത് ഇന്ത്യയിലെ ഈ വൾണറബിൾ ഗ്രൂപ്പുകൾ, ഇപ്പോൾ വീക്കർ സെക്ഷൻസ്, ലോ ഇൻകം ഗ്രൂപ്പുകൾ, ഇങ്ങനെയുള്ള വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കൊക്കെ ഒരു അഫോർഡബിൾ കോസ്റ്റിന്, അതായത് അവർക്ക് ബെയർ ചെയ്യാൻ പറ്റുന്ന ചെലവിന് അല്ലെങ്കിൽ ബെയർ ചെയ്യാൻ പറ്റുന്ന ഫീസിന് അല്ലെങ്കിൽ അഫോർഡബിൾ കോസ്റ്റിന് ഈ പറയുന്ന അഡക്വറ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റീസും ഫിനാൻഷ്യൽ സർവീസസിലേക്കുള്ള ആക്സസ് ഒക്കെ ഉണ്ടെന്ന് ട്രാക്ക് ചെയ്യുന്ന ഒന്നാണ് ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻഡെക്സ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊരു വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ്. ഇതിനകത്ത് ഇവർക്ക് ബാങ്കിങ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻഷുറൻസ്, പോസ്റ്റല്, അതുപോലെ തന്നെ പെൻഷൻ സെക്ടർ, ഈ മേഖലകളിലേക്കൊക്കെയുള്ള ഈ പറയുന്ന വൾണറബിൾ കമ്മ്യൂണിറ്റീസിൻ്റെ ആക്സസ് ഈ ഇൻഡെക്സിനകത്ത് അവർ കണക്കാക്കാറുണ്ട്. അപ്പോൾ ഇതിനെ അവർ കണക്കാക്കുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ഗവൺമെൻറ്, അതുപോലെ തന്നെ റെസ്പെക്റ്റീവ് സെക്ടറിലുള്ള ഈ പറയുന്ന പെൻഷൻ സെക്ടറിലൊക്കെയുള്ള റെഗുലേറ്റേഴ്സിൻ്റെ ഒക്കെ ഭാഗത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഇൻഡെക്സിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഇൻഡെക്സിനകത്ത് അവർ ഓരോ മേഖലക്കും റാങ്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ വെയിറ്റേജ് കൊടുക്കുന്നത് 0 to 100 ആണ്. അപ്പോൾ ഈ ഇൻഡെക്സിനകത്ത് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞതിൻ്റെ അർത്ഥം കംപ്ലീറ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ എക്സ്ക്ലൂഷൻ ആണെന്നാണ്. അതായത് ഈ ഫിനാൻഷ്യൽ സർവീസിലേക്കൊന്നും ഈ വൾണറബിൾ ആയിട്ടുള്ള ആളുകൾക്ക് ആക്സസ് ഇല്ല എന്നാണ്. 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആണ്. അപ്പോൾ ഇത് റാങ്ക് ഈ പറയുന്ന ഈ റേഞ്ച് കൂടുന്തോറും, ഈ 0 to 100 എന്ന് പറയുന്ന റേഞ്ചിനകത്ത് ആ സ്കോർ കൂടുന്തോറും ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ കൂടി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ന്യൂസ് ആണ്. അത് മോസ്കോ ആണ്. അപ്പോൾ മോസ്കോയെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ഇപ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദി ഇപ്പോൾ മോസ്കോ റഷ്യൻ വിസിറ്റ് ഇപ്പോൾ റീസെൻ്റ്ലി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം മോസ്കോയിൽ നടത്തിയിട്ടുള്ള വിസിറ്റിനെ കുറിച്ചിട്ടുള്ള കുറേ വാർത്തകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് മോസ്കോയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ മോസ്കോ എന്ന് പറയുന്നത് റഷ്യയിലെ ഏറ്റവും വലുതും അതുപോലെ തന്നെ അവരുടെ ക്യാപിറ്റൽ സിറ്റിയും കൂടി ആയിട്ടുള്ള നഗരമാണ് മോസ്കോ എന്ന് പറയുന്നത്. ഈ റഷ്യയുടെ യൂറോപ്യൻ പാർട്ടിലാണ് മോസ്കോ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. റഷ്യയുടെ സെൻട്രൽ പാർട്ടിലായിട്ടാണ് അല്ലെങ്കിൽ സെൻട്രൽ റഷ്യയിലായിട്ടാണ് മോസ്കോ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഈ മോസ്കോ നഗരം എന്ന് പറയുന്നത് മോസ്കോവ എന്ന് പറയുന്ന റഷ്യയിലെ പ്രധാനപ്പെട്ട ഒരു നദിയുണ്ട്. ഈ മോസ്കോവ റിവറിൻ്റെ കരകളിലായിട്ടാണ് മോസ്കോ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് പഴക്കമുള്ള ഒരു നഗരമാണ് ശരിക്കും മോസ്കോ എന്ന് പറയുന്നത്. ഇപ്പോൾ യൂറോപ്പിൽ പല ക്രൈറ്റീരിയാസിൻ്റെ അടിസ്ഥാനത്തിൽ, ഇപ്പോൾ ഈ ഏരിയയുടെ കാര്യത്തിലാണെങ്കിലും ചില സമയത്തൊക്കെ പോപ്പുലേഷൻ്റെ കാര്യത്തിലാണെങ്കിലും യൂറോപ്പിലെ ഏറ്റവും വലിയ സിറ്റി ആയിട്ട് അറിയപ്പെടുന്നത് മോസ്കോ ആണ്. ഇപ്പോൾ നമ്മൾ പോപ്പുലേഷൻ വൈസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ചില സമയത്ത് ഈ ചില കണക്കുകളിലൊക്കെ ഈ തുർക്കിയുടെ പ്രധാനപ്പെട്ട നഗരമായിട്ടുള്ള ഇസ്താംബുളും മോസ്കോയെക്കാട്ടിലും കൂടുതൽ പോപ്പുലേഷൻ ഉണ്ടെന്ന് കാണിക്കാറുണ്ട്. പക്ഷേ ചില സമയത്തൊക്കെ മോസ്കോനെയാണ് കാണിക്കാറുള്ളത്. പക്ഷേ എങ്ങനെയാണെങ്കിലും ഇപ്പോൾ ടെറിട്ടറി വൈസൊക്കെ, ഏരിയ വൈസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പിലെ ലാർജസ്റ്റ് സിറ്റി എന്ന് പറയുന്നത് മോസ്കോ ആണ്. പിന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സിറ്റികളിലൊന്നാണ് മോസ്കോ എന്ന് മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.